ലെനിൻ, നമ്മുടെ അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോസ് ഇവരൊക്കെ അഭിനയിച്ച ഒരു റിവഞ്ച് പടമാണ് ലെനിൻ. C5 ഇപ്പൊ സ്ട്രീം ചെയ്യുന്നത്. അഖിൽ അക്കിനേനിയാ ഈ ചെറുക്കനല്ല ഈ ഇടയ്ക്ക് ഏജന്റില് വൻ പേക്കൂത്ത് കാണിച്ചത്. അത് അപ്പിടിയേ വേ, ഇത് അപ്പിടിയേ റേ. അജാതി പെർഫോമൻസ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാ ഇങ്ങനെ ഒരു മനുഷ്യൻ ഡൗട്ട് ചെയ്യില്ല, ആരടാ പറഞ്ഞ ഈ ചങ്ങായിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന്. പീക്ക് പീക്ക് പെർഫോമൻസും കിടുപടം. ദിസ് ഇസ് എ റൈറ്റ് വേ ടു ഷട്ട് യുവർ ഹേറ്റേഴ്സ്. ഇതിലും വലിയ സെരിപ്പടി കൊടുക്കാനില്ല. അജാതി പെർഫോമൻസ്. മഹാഭാരതത്തിനെ ഇൻസ്പയർ ചെയ്ത് എടുത്തൊരു സിനിമയാണ് ലെനിൻ. ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അഖിൽ അക്കിനേനിയുടെ പടം കൂടെ പിന്നെ ഭാഗ്യശ്രീ ബോസും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടതാണ്. സ്റ്റിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തമനിലാണ്. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തമനാണ്. ആൻഡ് ഇപ്പോൾ സിനിമയുടെ വേർഡിക്റ്റ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ക്ലീഷേ റിവഞ്ച് പടം, ക്ലീഷേ സാധനമാണ്. പക്ഷേ ആ പ്രെഡിക്റ്റബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് രണ്ട് ട്വിസ്റ്റ് കൊണ്ടുവന്നു, ഒന്ന് രണ്ട് മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് ആ മോഡിഫിക്കേഷനിൽ പടം അപ്പടിയേ വേറെ ട്രാക്കിലോട്ട് കയറി സിനിമയുടെ കംപ്ലീറ്റ് വേർഡിക്റ്റ് തന്നെ മാറി. അതുപോലെ മഹാഭാരതത്തിനെ ഇൻസ്പയർ ചെയ്ത് എടുത്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെ മഹാഭാരതത്തിന്റെ കുറെ കഥയൊക്കെ ആദ്യം പറയുന്നുണ്ട്. ഇത് ഇവരെ സ്ഥലമോ ഒരു ഉത്സവം എന്തോ പറയുന്നത്, ഭാരത മുട്ടയോ മിഠായിയോ അങ്ങനെ എന്തോ ഒരു സാധനം 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഉത്സവ സമയത്ത് ചോര വീഴാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട്. അണ്ണാ ആ നേരത്ത് പിള്ളേർ ഓടിക്കളിക്കുമ്പോൾ വീണ് മുട്ടൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാ അല്ല അറിയാൻ ചോദിക്കുന്നത്. നോമിനി ചെറുപ്പം തൊട്ടേ ഭയങ്കര സംശയമാണ് അവിടെ ചോദിച്ചത്. ഈ സിനിമയുടെ സേവിയർ രണ്ടേ രണ്ട് പേര്. ഒന്ന് അഖിൽ അക്കിനേനി, രണ്ട് തമൻ. അഖിൽ അക്കിനേനി ഇമോഷണൽ സീനൊക്കെ പെർഫോം ചെയ്യുന്ന കാണണം മോനെ യജാതിപ്പെട. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു സീൻ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലുണ്ട്. മറ്റേ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഈ ചെറുക്കന്റെ കണ്ണിൽ എന്തോ മുളക് പൊടിയാ കെമിക്കൽ എന്തോ ഇടും. അന്യായ പെർഫോമൻസ്. അത് കണ്ടു കഴിഞ്ഞ ഒരൊറ്റ മനുഷ്യൻ പറയില്ല ആൾക്ക് അഭിനയിക്കാൻ അറിയില്ല. അന്യായ പെർഫോമൻസ്. എന്നാ അതിനെ ഒന്നും അല്ലാതാക്കിയ ഒരു വില്ലനിസം ഉണ്ടാവും ആ സമയത്ത്. അത്രയും നേരം മൊണ്ണയായിരുന്ന വില്ലൻ ഒരു സാരിയോ കൊടുത്തു വന്നിട്ട് ഒരു സാധനം കാണിക്കുന്നുണ്ട്. കിട്ടു സാധനമായിരുന്നു. തമന്റെ സ്കോർ കിട്ടുമായിരുന്നു. ഇടയ്ക്ക് മറ്റേ എന്താ റസിഗിറ റായ അങ്ങനെ ഏതൊരു സാധനം ഉണ്ട് ഈ ചെറുക്കൻ നടന്നു വരുമ്പോൾ ഇട്ടു കൊടുക്കുന്നത്. പെട്ട സാധനമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് 7 minutes പറഞ്ഞിട്ട് നമുക്കൊക്കെ നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരില്ല, അങ്ങനത്തെ ഒരു സാധനം കാണിക്കേണ്ടതില്